വീണയോട് അടിയന്തരമായി ഹാജരാകാൻ വേണ്ടി ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇഡിയുടെ പെട്ടെന്നുള്ള നീക്കം നിശ്ചയിച്ച തീയതി ഇനിയും ആയിട്ടില്ല. സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യലിന് അവർക്ക് വിളിക്കാനുള്ള റൈറ്റ് ഉണ്ടല്ലോ. കാരണം അവര് ഒരു പ്രതിസ്ഥാനത്ത് നിന്ന് അന്വേഷണം നേരിടുമ്പോൾ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് വിളിക്കാനുള്ള റൈറ്റ് ഇടിക്കുണ്ട്. അപ്പൊ അവർ ഇതിനു മുമ്പ് ഒരു ഡേറ്റ് ചോദിച്ചപ്പോൾ അവർ എക്സംഷൻ ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ഡേറ്റിൽ അവർക്ക് ഇമീഡിയറ്റ് ആയിട്ട് വിളിക്കാം. അതിനുള്ള റൈറ്റ് ഇടിക്കുണ്ട്. അവർ വിളിച്ചു, അവർ പോകുന്നു, കാണുന്നു എന്നുള്ളതിന് അപ്പുറത്തേക്ക് അതിനൊരു ക്രമംവിട്ട പ്രാധാന്യം കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഏറ്റവും ഒടുവിൽ ഇത് നിയമത്തിന് മുമ്പിൽ അവർക്ക് വരേണ്ടി വന്നു. അവർ ഈ അന്വേഷണം അട്ടിമറിക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാനോ ആയി ഇന്ത്യയിലെ തന്നെ വിവിധ കോടതികളിൽ, ഡൽഹിയില്, ബാംഗ്ലൂര്, കൊച്ചിയില്, ഹൈക്കോടതികളിലെല്ലാം അപ്രോച്ച് ചെയ്ത് അതിനുവേണ്ടി ശ്രമം നടത്തിയതാണ്. ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട ഒടുവിൽ അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ ഹാജരായി തെളിവ് നൽകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. അപ്പൊ ചോദ്യം ചെയ്യൽ തുടർട്ട് ചോദ്യം ചെയ്യലിന്റെ ഔട്ട്കം എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയുന്നതായിരിക്കും അപ്രോപ്രിയേറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങുൾപ്പെടെ ഉന്നയിച്ച ആരോപണങ്ങൾ, പരാതികൾ അതെല്ലാം തെളിവുകൾ സഹിതം പുറത്തേക്ക് വരും എന്ന് കരുതുന്നുണ്ടോ ഈ അന്വേഷണത്തിൽ? അല്ല, അന്വേഷണം സത്യസന്ധമായും സുതാര്യമായും ആത്മാർത്ഥമായും നടന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. അത് കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഞാൻ പറഞ്ഞില്ല, ആദ്യം മുതലേ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കേവലം ഒരു രാഷ്ട്രീയ ആരോപണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കേവലം ഒരു ഇതിനു വേണ്ടിയിട്ട് പറയുന്നതല്ല. ഞാനത് 100% എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് പറയുന്നതാണ്. ഈ കാര്യത്തിൽ വലിയ അഴിമതിയും വലിയ ക്രമക്കേടും വലിയ നിയമവിരുദ്ധ കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്നത് സത്യമാണ്. അപ്പൊ അത് എന്തുമാത്രം അവര് കണ്ടെത്തി പുറത്തു കൊണ്ടുവരും എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ ഒരു കാര്യം ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ഇ ഡിയുടെ കീഴിലുള്ള അന്വേഷണം എന്ന് പറയുന്നത് TMLA ആക്ടിന്റെ പരിധിയിലും മാത്രം വരുന്നതാണ്. അതായത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണം മാത്രമേ അവർക്ക് നടത്താനുള്ള അധികാരവും അവകാശവും. പക്ഷേ നമ്മൾ ചർച്ച ചെയ്തതും അല്ലെങ്കിൽ നമ്മൾ കേരളം അറിയാൻ ആഗ്രഹിച്ചതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ CBI അല്ലെങ്കിൽ വിജിലൻസ്. അതിനുള്ള എല്ലാ സാധ്യതയും എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതുണ്ടാകുമോ ഇല്ലയോ എന്നാണ് ഞാൻ ആകാംക്ഷയോടുകൂടി കാണുന്നത്. ഞാൻ ആദ്യം മുതലേ പറഞ്ഞിരുന്നു, ഇതിലെ അഴിമതിയാണ് അന്വേഷിക്കപ്പെടേണ്ടത്. അഴിമതിക്കെതിരായിട്ടുള്ള അന്വേഷണം നടത്താൻ പറ്റുന്ന 2 ഏജൻസിയാണ്. ഒന്നുകിൽ CBI അല്ലെങ്കിൽ വിജിലൻസ് ആണ്. ആ അന്വേഷണം നടന്നാൽ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൂടുതൽ ആഴത്തിലും പരപ്പിലുമുള്ള എവിഡൻസുകൾ പുറത്തു വരത്തുള്ളൂ. അതുണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്നത്. അതിലേക്കും എത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസവും പിണറായി വിജയൻ വീണയുടെ ED ലോക്കർ ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ വളരെ കോൺഫിഡൻസോട് കൂടിയുള്ള പ്രതികരണമൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ കോൺഫിഡൻസ് ഇനി എത്ര കാലം ഉണ്ടാകും? അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ഞാനിനിയിപ്പോ ഈ ഒരു ഘട്ടത്തിൽ ഇനിയും അദ്ദേഹത്തെ ഒരു വേറെ രീതിയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹം ഓൾറെഡി ഒരു യുദ്ധത്തിലും ഒരു നീതി ഉണ്ടല്ലോ. അദ്ദേഹം നിരായുധനായി വീണ് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ആ സമയത്ത് ആക്രമിക്കുക എന്നുള്ളത് എൻ്റെ ഒരു രീതിയല്ല. പക്ഷെ അദ്ദേഹം ഇതിനു മുമ്പും കേന്ദ്ര ഏജൻസികൾ വരട്ടെ, അന്വേഷിക്കട്ടെ, അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നീട് കേന്ദ്ര ഏജൻസി വന്നപ്പോൾ അവരെ തടയാനും അടിക്കാനും പിടിക്കാനും അവരുടെ കാറടിച്ച് പൊട്ടിക്കാനാണ് നിന്നത്. എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് നിയമസഭയിൽ പലവട്ടം പറഞ്ഞു. അതിപ്പോൾ എന്താണ്, ഏതവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമായി. എത്രയോ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഈ ഘട്ടത്തിലുള്ള കോൺഫിഡൻസിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്നവിറ്റബിളി അദ്ദേഹം ഇതിനെ ഫേസ് ചെയ്യേണ്ട വരും. അതൊരു ലോകനീതിയാണ്. ലോകനീതി നടപ്പാവും. സത്യത്തിന്റെ മുഖം കുറച്ച് വികൃതമായിരിക്കും. കുറച്ച് കാലം കഴിഞ്ഞാണെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞാണെങ്കിലും നമ്മളെല്ലാവരും വാട്ട് എവർ വി ഡു ഇൻ ദിസ് വേൾഡ് വി വിൽ ഹാവ് ടു ഫേസ്. അതിന് സാധാരണഗതിയിൽ പറയുന്ന നമ്മുടെ ഒരു കാവ്യാത്മക രീതിയിലോ സിനിമാ ഡയലോഗ് സ്റ്റൈലിലോ പറയുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ക് ചോദിക്കാതെ കാലം കടന്നു പോകില്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാവ്യനീതിയാണ്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ.